ഇപ്പോൾ ജോസഫ് ആന്റണി വിദേശകാര്യ വിദഗ്ധൻ മീഡിയയോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമെന്ന ട്രംപിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ വാസ്തവത്തിൽ ഈ ഇറാൻ വിഷയത്തില് ഇപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൂചനകളാണ് അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് തന്നെ വരുന്നത്. ഈ ഇസ്ഫഹാനിലും നദാൻസിലും ഫോർദോയിലും ഒക്കെ ആക്രമണം നടത്തിയതിനു ശേഷം അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള ഹെക്സത്തും സേനയുടെ ചീഫായിട്ടുള്ള ഡാൻ കെയ്നും നടത്തിയ പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. ആ പത്രസമ്മേളനത്തിൽ സ്പെസിഫിക് ആയിട്ട് ആളുകൾ ചോദിച്ചു, നിങ്ങളിപ്പോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായി ആക്രമണം നടത്തി, ഈ നിങ്ങളുടെ രണ്ടാമത്തെ ഒരു കാര്യമായി പറഞ്ഞു കേൾക്കുന്നത് ഈ റഷ്യൻ ചേഞ്ച് ആണല്ലോ, ഭരണകൂട മാറ്റമാണല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി അല്ല എന്നുള്ള തരത്തിലാണ് മറുപടി നൽകിയത്. അദ്ദേഹം മാത്രമല്ല, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കുന്ന മാർക്കോ റൂബിയോയും ഈ റഷ്യൻ ചേഞ്ച്, ഭരണകൂട മാറ്റം ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ട അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അതായത് പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്തും വിദേശകാര്യ സെക്രട്ടറി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള മാർക്കോ റൂബിയോയും പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് അവിടുത്തെ ഒരു അമേരിക്കൻ ലോബി ആയിരിക്കണം. ഇങ്ങനെ അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ അജണ്ടയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഭരണമാറ്റമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവിടെ എന്താണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നതിൽ പോലും ഈ അമേരിക്കൻ ഭരണകൂടത്തിൽ പോലും ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സ്ഥിതിയാണോ നിലനിൽക്കുന്നത്? അതെ, അമേരിക്കൻ ഭരണകൂടത്തിൽ ക്ലാരിറ്റി ഇല്ല. കാരണം ക്ലാരിറ്റി ഇല്ലായ്മയാണല്ലോ. 2 ആഴ്ച കൊണ്ട് ഞാൻ കാര്യങ്ങൾ സമയം കൊടുക്കുകയാണ്, 2 ആഴ്ചക്കുള്ളിൽ ഇതൊക്കെ ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചോളണമെന്ന് പറഞ്ഞ ആളാണല്ലോ 2 ദിവസം കഴിഞ്ഞ് ആക്രമണവുമായിട്ട് രംഗത്ത് വന്നത്. അപ്പൊ അതിനെ തുടർന്ന് തന്നെ നമുക്കറിയാം, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട സെനറ്റർമാര് ഈ പ്രസിഡന്റ് തന്നെ ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന് ഈ യുദ്ധം പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം എടുത്തു കളയണം, അതിനുള്ള നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആളുകൾ ഉൾപ്പെടെ രംഗത്ത് വന്നല്ലോ. അപ്പൊ മാഗ ക്യാമ്പിനകത്ത് തന്നെ, അതായത് അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നയാള് ഈ നിരന്തരം ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധങ്ങളിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിമർശനം അവിടെ ശക്തമായി നിൽക്കുന്നു. എന്ന് മാത്രമല്ല, അവരുടെ ഇടയിൽ ഈ ഭരണകൂടത്തെ നയിക്കുന്ന ആളുകൾ, നമുക്കറിയാം മാർക്കോ റൂബിയായാലും പീറ്റ് ഹെക്സത്തായാലും ഇവരെല്ലാം ഈ ട്രംപ് പറയുന്നത് എന്താണോ അതിനനുസരിച്ച് കേൾക്കുന്നവരാണ്. പക്ഷെ അവർ തന്നെ നൽകുന്ന നിർദ്ദേശങ്ങളൊന്നും, അവർ തന്നെ നൽകുന്ന സൂചനകൾ ഈ ഭരണകൂട മാറ്റത്തെ അനുകൂലിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് വാസ്തവത്തിൽ ഈ ട്രംപ് പറയുന്നത് ചില കാര്യങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല, ചില കാര്യങ്ങൾ ഏതാണ് ഇയാൾ പറയുന്നത് സീരിയസ്, ഏതാണ് സീരിയസ് അല്ലാതെ ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തൊരു സ്ഥിതിയാണ്. പക്ഷെ ഇങ്ങനെ നിരന്തരം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഓരോരോ സംഗതികൾ കൊണ്ടുവരുന്നു എന്നുള്ളല്ലാതെ അതിന് ആത്തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആത്തരത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അല്ല, ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയുമായുള്ള ചർച്ചകൾ, കൂടിക്കാഴ്ചകളൊക്കെ നടത്തി വരികയാണല്ലോ. അപ്പോൾ പ്രത്യക്ഷമായി റഷ്യ വരില്ലായിരിക്കാം, പക്ഷേ എങ്കിലും വലിയ രീതിയിൽ ഒരു ആയുധ സഹായം നൽകാം എന്നുള്ളൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അത് യുദ്ധത്തിന്റെ ഗതി മാറ്റില്ലേ? തീർച്ചയായിട്ടും ചൈനയും റഷ്യയുമാണല്ലോ ഇറാന് ആയുധങ്ങൾ നൽകുന്നത്. പ്രധാനപ്പെട്ട ആയുധത്തിന്റെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങളും തുർക്കിയുമാണ്. അപ്പൊ ഈ രാജ്യങ്ങളിൽ എന്ന് മാത്രമല്ല, ചൈനയും റഷ്യയും ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഡ്രാഫ്റ്റ് എങ്ങനെ ആയി വരണം എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ നടന്ന ചർച്ചകളിൽ ചൈനയും റഷ്യയും ഇതൊരു അനാവശ്യമായ യുദ്ധമായിരുന്നു, ഇറാനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഇതൊരു അനാവശ്യമായ യുദ്ധമായിരുന്നു, നിയമവിരുദ്ധമായ യുദ്ധമായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും കൂടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ പല തലങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു ഭാഗത്ത് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു, ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഈ യുദ്ധം അനാവശ്യമായ യുദ്ധമാണ്, എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റഫായൽ ഗ്രോസി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാൻ ആർക്കും അവകാശമില്ല, അത് വളരെ തെറ്റായ നടപടിയാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം E3 എന്ന് പറയുന്ന യൂറോപ്പിലെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി മുതലായ 3 രാജ്യങ്ങളും ആയിട്ട് ചർച്ച നടത്തിയിരിക്കും. ചർച്ചയിൽ തീരുമാനങ്ങളൊന്നും ആയില്ലെങ്കിലും ചില അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നടത്തിയുണ്ടായത്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും E3യുടെ അഭിപ്രായങ്ങളെ മുകളിലേക്ക് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അവരുടെ ഇടയിൽ തന്നെ ഒരു ഐക്യം ഇല്ല എന്ന് അവർ നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. പൊതുവിൽ
പൊതുവിൽ പിന്നെ എന്താ പറയുന്നത് വളരെ എന്താണ് ഒരു ഭാഗത്ത് ഈ ഒരു സമാധാനം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ വീണ്ടും യുദ്ധം പരസ്പരം ഇറാനും ഇസ്രായേലും തമ്മിൽ പരസ്പരം യുദ്ധം ശക്തമാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യവും രൂപപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ റഷ്യയും ചൈനയും അതിശക്തമായി ചൈനയുടെ ഭാഗത്തേക്ക് വരുന്ന ഒരു സൂചനയും നമ്മൾ കാണുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. യെസ്, നന്ദി ശ്രീ ജോസഫ് ആന്റണി പ്രതികരിച്ചതിന്. എന്തായാലും ഇപ്പോൾ